നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളും വിശേഷങ്ങളും നോക്കാം. ഇന്നും വയനാട്ടിലെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കാണ് എല്ലാ പത്രങ്ങളും പ്രാധാന്യം നൽകിയിട്ടുള്ളത്. അതിനോടൊപ്പം ഇന്നലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പായിരുന്നു, അതുമായി ബന്ധപ്പെട്ട വാർത്തയുണ്ട്. ഒപ്പം വയനാട്ടിലെ ദുരന്തത്തെ മുൻകൂട്ടി അറിയിച്ചിരുന്നു എന്ന് ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയിൽ ഉന്നയിക്കുകയുണ്ടായി. അതിന് മറുപടിയായി മുഖ്യമന്ത്രി ഇന്നലെ പത്രസമ്മേളനത്തിൽ മറുപടി നൽകുകയും ചെയ്തിരുന്നു. ഇത് വാർത്തയായി എല്ലാ പത്രങ്ങളിലും നൽകുന്നുണ്ട്. ഒപ്പം ഹമാസ് പരമോന്നത നേതാവ് ഹനിയെ വധിച്ച വാർത്തയ്ക്കും പ്രാധാന്യമുണ്ട്. ഏറ്റവും ആദ്യം ദീപികയിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വിലാപഭൂമി എന്ന തലക്കെട്ടോടുകൂടി വയനാട്ടിലെ മണ്ണിടിച്ചിലിന്റെ വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നു. അതിന് താഴെ ഹമാസ് പരമോന്നത നേതാവ് ഹനിയെ വധിച്ചു എന്ന വാർത്തയുണ്ട്. അടുത്ത ജന്മഭൂമിയാണ്. ജന്മഭൂമിക്ക് രണ്ട് പ്രധാന പേജുകളുണ്ട്. ആദ്യ പേജിൽ ഒരു മൃതശരീരം കെട്ടിയിറക്കുന്ന ചിത്രത്തോടുകൂടി സങ്കടക്കര എന്ന തലക്കെട്ടാണ് അത് നൽകിയിട്ടുള്ളത്. മരണം 250 കടന്നു, തിരിച്ചറിഞ്ഞത് 96 പേരെ, 67 സ്ത്രീകൾ, നിരവധി പേരെ കാണുവാനില്ല, മൃതദേഹങ്ങൾ സംസ്കരിച്ചു തുടങ്ങി എന്ന വിവരങ്ങളാണ് ആദ്യ പേജിലുള്ളത്. രണ്ടാമത്തെ പ്രധാന പേജിലേക്ക് വരുമ്പോൾ ജന്മഭൂമി തോരാതെ ദുരന്തമഴ എന്ന തലക്കെട്ടോടുകൂടി മണ്ണിടിച്ചിലിന്റെ മറ്റ് പ്രധാന വിവരങ്ങൾ നൽകുന്നു. ആദ്യ പേജ് മുഴുവൻ അത്തരത്തിൽ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് നൽകിയിട്ടുള്ളത്. ഉൾപേജുകളിലേക്ക് വരുമ്പോഴാണ് നമ്മൾ എന്ന് പറഞ്ഞ പ്രധാന വാർത്തകളൊക്കെ ജന്മഭൂമിയിൽ ഇടം നൽകിയിട്ടുള്ളത്. ജന്മഭൂമിയിൽ മറ്റ് പത്രങ്ങൾ നൽകിയിട്ടുള്ള പ്രധാന വാർത്തകൾക്കൊന്നും ഇടമില്ല. ഉൾപേജുകളിലായിരിക്കാം. ഉൾപേജ് പരിശോധിക്കുമ്പോൾ നമുക്കത് നോക്കാം. ദേശാഭിമാനിയിൽ ഉയിരെ എന്ന തലക്കെട്ടോടു കൂടിയാണ് മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട വാർത്ത. അവിടുത്തെ ജീവിതങ്ങളുടെ ചിത്രങ്ങൾ നൽകിക്കൊണ്ട് കൊടുത്തിട്ടുള്ളത്. 276 മരണവും 1592 പേരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു എന്ന വിവരം ദേശാഭിമാനിയുടെ ആദ്യ പ്രധാന പേജിൽ നൽകുന്നു. രണ്ടാമത്തെ പ്രധാന പേജിലേക്ക് വരുമ്പോൾ മണ്ണോട് ചേർന്ന് 276 പേർ ജീവൻ തിരഞ്ഞ് എന്ന തലക്കെട്ടോടുകൂടി ഒരു പിഞ്ചു കുഞ്ഞിനെ ഒരു രക്ഷാപ്രവർത്തകൻ രക്ഷിച്ചു കൊണ്ടുവരുന്ന ചിത്രത്തോടു കൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. അതിനോടൊപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്ന മുഖ്യമന്ത്രിയുടെ ആഹ്വാനം, അതിനോടൊപ്പം കേന്ദ്രം റെഡ് അലേർട്ട് നൽകിയിരുന്നില്ല എന്ന തലക്കെട്ടോടുകൂടി രാജ്യസഭയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിൻ്റെ പിഴവാണ് ഈ ദുരന്തത്തിൻ്റെ കാരണമെന്ന് പറഞ്ഞ് കേരളത്തിന് പഴി പറഞ്ഞപ്പോൾ അതിന് മറുപടി പറയുന്നു മുഖ്യമന്ത്രി. ഇന്നലെ 4 മണിക്ക് നടന്ന പത്രസമ്മേളനത്തിൽ അതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ദേശാഭിമാനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാർത്തയെ നൽകിയിട്ടുള്ളത്. ഒപ്പം LDF 23, UDF 19, BJP 3, ശക്തി തെളിയിച്ച LDF എന്ന തലക്കെട്ടോടുകൂടി ആ വാർത്തയ്ക്കും ദേശാഭിമാനി ആദ്യ പേജിൽ തന്നെ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഹമാസിന്റെ തലവൻ ഹനിയെ ഇസ്രായേൽ വധിച്ച വാർത്തയ്ക്കും ദേശാഭിമാനിയിൽ ആദ്യ പേജിൽ തന്നെ ഇടമുണ്ട്. മലയാള മനോരമയിലേക്ക് വരുമ്പോൾ മലയാള മനോരമയുടെ തലക്കെട്ടിന് മുകളിലായി ഇന്നൊരു കാർട്ടൂണുണ്ട്. ആ കാർട്ടൂൺ ഏതു മരണക്കയത്തിലും ഉയർന്നു നിൽക്കും പ്രതീക്ഷയുടെ ആ പൊൻകരം, അതിലുണ്ട് ജീവിതമെന്ന നിറപുഞ്ചിരി എന്ന തലക്കെട്ടോടുകൂടി 8 മാസം മാത്രം പ്രായമുള്ള പേരക്കുഞ്ഞിനെ ഉയർത്തിപ്പിടിച്ചു നിന്ന് മുണ്ടക്കൈ സ്വദേശി മൊയ്തു ഓണപ്പറമ്പൻ ഉരുൾപൊട്ടിയ തീവ്ര സങ്കടങ്ങൾക്കിടയിൽ പ്രതീക്ഷയുടെ പച്ചത്തുരുമ്പായി ഈ 60-കാരൻ ചെറുമക്കളെ മണ്ണിന് വിട്ടുകൊടുക്കാതെ, ചെറുമക്കളെ ഉരുൾപൊട്ടലിന് വിട്ടുകൊടുക്കാതെ മണിക്കൂറുകളോളം ഉയർത്തിപ്പിടിച്ചിരുന്ന മുത്തച്ഛൻ്റെ ചിത്രം ഒരു കാർട്ടൂണോട് കൂടിയാണ് മലയാള മനോരമയുടെ ദിനപത്രത്തിൻ്റെ തലക്കെട്ട് ആരംഭിക്കുന്നത്. അതിന് താഴെയായി മണ്ണിലാണ്ട് മനസ്സെന്ന തലക്കെട്ടോടുകൂടി ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട വാർത്ത നൽകുന്നു. മനോരമ പറയുന്നത് 177 മരണക്കണക്കെന്ന്. ചികിത്സയിലുള്ളത് 78 പേർ, കാണാതായത് 227 പേർ, ചാലിയാർ തീരത്ത് 20 മൃതദേഹങ്ങൾ കൂടി അടിഞ്ഞു എന്നുള്ള വാർത്തയും അവർ പ്രാധാന്യത്തോടെ നൽകുന്നുണ്ട്. മലയാള മനോരമയുടെ രണ്ടാമത്തെ പ്രധാന പേജിലേക്ക് വരുമ്പോൾ മണ്ണിടിഞ്ഞെന്ന തലക്കെട്ടോടുകൂടി മുണ്ടക്കയിൽ നിലംപൊത്തിയ വീട്ടിൽ നിന്ന് രക്ഷാപ്രവർത്തകർ തകർന്ന ഓട്ടോ പുറത്തെടുക്കുമ്പോഴുള്ള ചിത്രം നൽകുന്നുണ്ട്. അതിന് താഴെയായി അമിത്ഷായുടെ വാദവും മുഖ്യമന്ത്രിയുടെ മറുപടിയുമാണ് കാലം തെറ്റി വിവാദം എന്ന തലക്കെട്ടോടുകൂടി മലയാള മനോരമ നൽകിയിട്ടുള്ളത്. അതിനും താഴെ ഹമാസ് മേധാവി ഇസ്മായിൽ കൊല്ലപ്പെട്ട വാർത്ത നൽകുന്നുണ്ട്. ടെഹ്സാനിൽ മിസൈൽ ആക്രമണം, ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടു എന്ന തലക്കെട്ടോടുകൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് മലയാള മനോരമ ആദ്യ പേജിൽ എവിടെയും ഇടം നൽകിയിട്ടില്ല. മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ നിശ്ചലം എന്ന തലക്കെട്ടോടുകൂടി മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട വാർത്ത, ഒരമ്മ വിതുമ്പി നിൽക്കുന്ന ചിത്രത്തോടുകൂടിയാണ് ദുരന്തവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ആരംഭിക്കുന്നത്. വയനാട് ദുരന്തം, മരണം 177, ഔദ്യോഗിക കണക്ക് 250, പരിക്കേറ്റവർ 219, കാണാതായവർ 395 എന്ന വിവരങ്ങളും മാതൃഭൂമി ആദ്യം തന്നെ നൽകുന്നുണ്ട്. ദൗത്യം ദുഷ്കരം എന്ന തലക്കെട്ടോടുകൂടി വളരെ ബുദ്ധിമുട്ടായ സാഹചര്യത്തിലും രക്ഷാപ്രവർത്തനം നടത്തുന്നവരുടെ വാർത്ത നൽകിയിട്ടുണ്ട് മാതൃഭൂമി. മാതൃഭൂമിയുടെ ഉൾപേജിലേക്ക് വരുമ്പോൾ ഒരു മൃതദേഹം കെട്ടിയിറക്കുന്ന ചിത്രത്തോടുകൂടി അതിൻ്റെ തലക്കെട്ടായി ശൂന്യം എന്ന് നൽകിയിട്ടുണ്ട്. അങ്ങനെയാണ് മാതൃഭൂമിയുടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പേജ് ആരംഭിക്കുന്നത്.
മുണ്ടക്കൈ ഇനിയില്ല എന്ന തലക്കെട്ടോടുകൂടി ദുരന്തവുമായി ബന്ധപ്പെട്ട മറ്റു വാർത്തകൾ നൽകുന്നുണ്ട്. എന്നാൽ അതിന് താഴെയായി കേരളത്തിന് പലതവണ മുന്നറിയിപ്പ് നൽകി അമിത്ഷാ. ആരുടെയെങ്കിലും പെടലേക്കിട്ടാൽ രക്ഷപ്പെടാനാവുമോ എന്ന തലക്കെട്ടോടുകൂടി മുഖ്യമന്ത്രി മറുപടി നൽകിയതും അമിത്ഷായുടെ വാദവും ഒക്കെ മാതൃഭൂമി ആദ്യ പേജിൽ നിന്ന് നൽകുന്നുണ്ട്. ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് മാതൃഭൂമി ആദ്യ പേജിൽ എവിടെയും സ്ഥാനം നൽകിയിട്ടില്ല. ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയെ വധിച്ചതിന് ഏറ്റവും താഴെ അല്പം പ്രാധാന്യത്തോടുകൂടി മാതൃഭൂമി ആ വാർത്ത നൽകിയിട്ടുണ്ട്. കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ നെഞ്ച് തകർന്ന് രക്ഷാമുഖം എന്ന തലക്കെട്ടോടുകൂടി വയനാട്ടിൽ കാണാമറയത്ത് 300 പേർ, മരണം 270, 1500 പേരെ രക്ഷിച്ചു എന്ന വിവരങ്ങളോടുകൂടിയാണ് വയനാട്ടിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട വാർത്ത കേരള കൗമുദി ആദ്യ പേജിൽ തന്നെ നൽകിയിട്ടുള്ളത്. മറ്റു വാർത്തകൾ കൊടുത്തിട്ടുള്ളതുപോലെ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്ത ഇടതുഭാഗത്ത് ചെറുതായി മാത്രം കേരള കൗമുദി ഹമാസ് തലവനെ വധിച്ച വാർത്ത കേരള കൗമുദിയിൽ എവിടെയും നൽകിയിട്ടില്ല. മുഖ്യമന്ത്രിയും അമിത്ഷായും തമ്മിലുള്ള വാദപ്രതിവാദങ്ങളുടെ വാർത്തയും കേരള കൗമുദിയുടെ ആദ്യ പേജിൽ എവിടെയുമില്ല. മാധ്യമത്തിലേക്ക് വരുമ്പോൾ പൊരുതുന്നു എന്ന തലക്കെട്ടോടുകൂടി വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം 200 കവിഞ്ഞ മരണങ്ങൾ, കാണാതായത് 191, മുണ്ടക്കയത്തിൽ കുടുങ്ങിക്കിടന്ന നിരവധി പേരെ രക്ഷിച്ചു, ദുരന്ത ഭൂമിയിൽ കൈമേയ് മറന്ന് സൈന്യവും സർക്കാർ സംവിധാനങ്ങളും സന്നദ്ധ സംഘടനകളും എന്ന വിവരങ്ങളും അതിനോടൊപ്പമുണ്ട്. 1592 പേരെ രക്ഷപ്പെടുത്തിയതായി മുഖ്യമന്ത്രി. 78 പേർ ചികിത്സയിൽ, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 817 പേർ, ചാലിയാറിൽ കണ്ടെത്തിയ 51 മൃതദേഹങ്ങൾ എന്ന വിവരങ്ങളും മാധ്യമം ആദ്യ പേജിൽ 2 പിഞ്ചു കുഞ്ഞുങ്ങളെ രക്ഷിച്ചുകൊണ്ട് പോകുന്ന സന്നദ്ധ പ്രവർത്തകരുടെ ചിത്രത്തോടുകൂടി നൽകുന്നുണ്ട്. മാധ്യമത്തിന്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പേജിലേക്ക് വരുമ്പോൾ മാതൃഭൂമിയിൽ എന്ന തലക്കെട്ടോടുകൂടി രക്ഷാപ്രവർത്തനത്തിന്റെ ചിത്രം, അതിലെ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ. മാധ്യമത്തിന്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പേജിൽ ഇസ്മായിൽ ഹനിയ എന്ന ഹമാസ് തലവൻ വധിക്കപ്പെട്ട വാർത്ത നൽകിയിട്ടുണ്ട്. ഇസ്മായിൽ ഹനിയ തെഹ്റാനിൽ കൊല്ലപ്പെട്ടു എന്നതാണ് അതിന്റെ തലക്കെട്ട്. ഇനി ഓരോ പത്രങ്ങളിലെയും മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളും മറ്റ് പ്രധാന തലക്കെട്ടുകളിലും കാർട്ടൂണുകളും പരിശോധിക്കാം. ആദ്യം മാതൃഭൂമിയുടെ കാകദൃഷ്ടി എന്ന കാർട്ടൂണിൽ ഇന്ന് കേന്ദ്രത്തിൽ അതിന് തലക്കെട്ട് ചൂരലല്ല കൈത്താങ്ങാണ് വേണ്ടത് എന്ന തലക്കെട്ടാണ് ആ കാർട്ടൂണിനുള്ളത്. ഉൾപേജുകളിലേക്ക് വരുമ്പോൾ മലവെള്ളം കടന്ന ജീവിതത്തിലേക്ക് എന്ന തലക്കെട്ടോടുകൂടി ഉരുൾപൊട്ടലിൽ നിന്ന് അതിജീവിച്ച് ജീവിതത്തിലേക്ക് കടന്നു വന്നവരുടെ വാർത്തകളാണ് ആ പേജിൽ ഉൾപേജിൽ നൽകിയിട്ടുള്ളത്. കണ്ടു കാണാനില്ല തലക്കെട്ടോടുകൂടി കണ്ടുകിട്ടിയ മൃതദേഹങ്ങളും അതിനോടൊപ്പം തന്നെ കണ്ടുകിട്ടിയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന മണ്ണിടിച്ചിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവരുടെ വിവരങ്ങൾ ഒരു ഭാഗത്തും, മരണപ്പെട്ടു പോയവരുടെയും ഇപ്പോഴും കണ്ടെത്താൻ കഴിയാത്ത തിരിച്ച് ജീവിതത്തിലേക്ക് എത്താൻ കഴിയുമോ എന്ന് പ്രതീക്ഷയോട് കാത്തിരിക്കുന്നവരുടെ വാർത്തകളാണ് കാണാനില്ല എന്ന മറുഭാഗത്ത് നൽകുന്നത്. ഒപ്പം ഒറ്റപ്പെട്ടവർക്കായി ഒരുമിച്ച് എന്ന തലക്കെട്ടോടുകൂടി ഏതൊക്കെ തരത്തിലുള്ള സന്നദ്ധ പ്രവർത്തനങ്ങളാണ് വയനാട്ടിൽ നടക്കുന്നത്, അതിൻ്റെ ഓരോ ചിത്രങ്ങൾ, മറ്റ് വിവരങ്ങൾ ഒക്കെ അവിടെ നൽകിയിട്ടുണ്ട്. ആംബുലൻസ്, മണ്ണുമാന്തി യന്ത്രം, ഹെലികോപ്റ്റർ എയർലിഫ്റ്റിംഗ്, വടം സ്ട്രെച്ചിങ്, ജീപ്പ്, ആൾബലം, അങ്ങനെ ജീവിതങ്ങൾ രക്ഷിക്കുവാൻ വേണ്ടി ഏതൊക്കെ തരത്തിലുള്ള സഹായങ്ങളാണ് സർക്കാരിൻ്റെ പക്കൽ നിന്നും അല്ല സാധാരണക്കാരായ ജനങ്ങളുടെ പക്കൽ നിന്നും സന്നദ്ധ പ്രവർത്തകരുടെ പക്കൽ നിന്നും ഉണ്ടാകുന്ന വാർത്തയും അതിനോടൊപ്പം ഉണ്ട്. കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ കേരള കൗമുദിയിൽ തലവര എന്ന കാർട്ടൂൺ പരമ്പരയിൽ മുഖ്യമന്ത്രിയും അമിത്ഷായും തമ്മിലുള്ള വാദപ്രതിവാദം തന്നെയാണ് പ്രധാന വിഷയം. ദുരന്തവേളയിൽ അമിത് ഷോ അല്ല വേണ്ടത് എന്നതാണ് ആ കാർട്ടൂണിന്റെ തലക്കെട്ട്. മേപ്പാടി മാരക ഉരുൾപൊട്ടൽ മേഖല എന്ന തലക്കെട്ടോടുകൂടി തിരുവനന്തപുരം മേപ്പാടി പഞ്ചായത്തിലെ 32% പ്രദേശം മാരക ഉരുൾപൊട്ടൽ സാധ്യതയുള്ള അതിതീവ്ര മേഖല. വയനാടിന് പുറമെ ഇടുക്കി, പാലക്കാട്, മലപ്പുറം, പത്തനംതിട്ട ജില്ലകളിൽ ശക്തമായ മണ്ണൊലിപ്പും ഉരുൾപൊട്ടലും സാധ്യത കൂടുതലാണ് എന്ന വാർത്തയാണ് ആദ്യ പേജിൽ തന്നെ കേരള കൗമുദി നൽകിയിട്ടുള്ളത്. ദൈവത്തിന്റെ കരങ്ങൾ രക്ഷിച്ച അമ്മയും മകളും എന്ന തലക്കെട്ടോടുകൂടി ചുരൽമലയിലെ ചെളിക്കുഴിയിൽ മുങ്ങിത്താഴും മുമ്പ് അത്ഭുതകരമായി രക്ഷപ്പെട്ട അമ്മയുടെയും മകളുടെയും വാർത്തയാണ് കേരള കൗമുദി ആദ്യ പേജിൽ മറ്റു പ്രധാനപ്പെട്ട വാർത്തയെ നൽകിയിട്ടുള്ളത്. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ LDFന്റെ മേൽക്കൈ, UDFും BJPയും തിരിച്ചടി എന്ന തലക്കെട്ടോടുകൂടി കേരള കൗമുദി ഉൾപേജിൽ വാർത്ത നൽകിയിട്ടുണ്ട്. ഉള്ളുടഞ്ഞ കണ്ണീർമല എന്ന തലക്കെട്ടോടുകൂടി എഡിറ്റോറിയൽ പേജിൽ വയനാട്ടിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യം നൽകി ചിത്രങ്ങളോടുകൂടി നൽകിയിട്ടുണ്ട്. ഹമാസ് തലവൻ ഹനിയ വധിക്കപ്പെട്ടത് ഉൾപേജിലാണ് കേരള കൗമുദി നൽകിയിട്ടുള്ളത്. ഒപ്പം അവസാന പേജിൽ ഹമാസ് തലവനെ ഇസ്രായേൽ വധിച്ചു എന്ന തലക്കെട്ടോടുകൂടി അതേക്കുറിച്ചുകൂടി വിശദമായി നൽകിയിട്ടുണ്ട്. മാധ്യമത്തിലേക്ക് വരുമ്പോൾ മാധ്യമത്തിൽ ഇനിയും ഇന്ന് എല്ലാ സ്പോർട്സ് പേജുകളിലും ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കാണ് പ്രാധാന്യമുള്ളത്. അതിൽ എല്ലാം ഏറ്റവും പ്രാധാന്യത്തോടുകൂടിയുള്ളത് ഇന്ന് അത്ലറ്റിക് മത്സരങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. ഏറ്റവും ആദ്യം നടത്ത മത്സരമാണ് എന്ന വാർത്തയാണ് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ഒളിമ്പിക്സ് പേജിൽ എല്ലാ പത്രങ്ങളും നൽകിയിട്ടുള്ളത്. തൊട്ടടുത്ത ദിവസം മറ്റു പ്രധാന വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.